Hi everyone, good morning. After the exam, again we are now next to history class. Today we need to study from the 11th chapter, the making of the national movement, 1870s to 1947. The making of the national movement. What about that chapter? All of you listen to that. In the previous chapter, we have looked at the British conquest of land. From where we studied in this year 2 textbook for history. Land. From first chapter, we studied something which are the British conquest of territories and takeover kingdoms. British ഇന്ത്യയുടെ ടെറിട്ടറീസ് കോൺക്വസ്റ്റ് ചെയ്തു, അല്ല കിങ്ഡംസും അവർ ടേക്ക് ഓവർ ചെയ്തു. ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ലോസ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവർ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കി അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്തു. ചേഞ്ചസ് ഇൻ ദ ലീവ്സ് ഓഫ് പെസൻസ് ആൻഡ് ട്രൈബൽസ്, ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ട്രൈബൽസിൻ്റെയും പെസൻസിൻ്റെയും ജീവിതം ചേഞ്ച് ചെയ്തത്. എഡ്യൂക്കേഷണൽ ചേഞ്ചസ് ഇൻ ദ 19th century, അല്ലേ? എഡ്യൂക്കേഷനിലും 19th century ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്തു. ഡിബേറ്റ് റിഗാർഡിംഗ് കണ്ടീഷൻസ് ഓഫ് വുമൺ, ലേഡീസിനെ കുറിച്ചുള്ള ഡിബേറ്റ്സ്, അവരുടെ അവകാശങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി ഡിബേറ്റ്സ് നടത്തി. ചാലഞ്ചസ് ടു ദ കാസ്റ്റ് സിസ്റ്റത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളും, അതുപോലെ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോംസ്, സൊസൈറ്റിയിലും റിലീജിയസും ആയിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള ചാപ്റ്റർ. ആൻഡ് റിവോൾട്ട് ഓഫ് 1857 ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത്, റിവോൾട്ട് ഓഫ് 1857 എന്നുള്ള ചാപ്റ്ററും അതിന് ശേഷമുള്ള കാര്യങ്ങളും പഠിച്ചു, അല്ലേ? ആൻഡ് ഓൾസോ ദ ഡിക്ലൈൻ ഓഫ് ക്രാഫ്റ്റ്സ് ആൻഡ് ക്ലോത്ത് ഓഫ് ഇൻഡസ്ട്രീസ്, ഇന്ത്യൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലേ ഡിക്ലൈൻ ആയതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വി സ്റ്റഡീഡ് ഫ്രം ദ ഏർലിയർ ചാപ്റ്റേഴ്സ്. ഓൺ ദ ബേസിസ് ഓഫ് വാട്ട് യു ഹാവ് റീഡ് അബൌട്ട് ദീസ് ഇഷ്യൂസ്, അല്ലേ? ഈ ചാപ്റ്ററിൽ നിന്നെല്ലാം നമ്മൾ എന്ത് വായിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിൽ ഡു യു തിങ്ക് ഇന്ത്യൻസ് വർ ഡിസ്കണ്ടന്റ് വിത്ത് ബ്രിട്ടീഷ് റൂൾ? If so, how are different groups and classes dissatisfied? ഇന്ത്യൻസ് ബ്രിട്ടീഷ് റൂളുമായിട്ട് പൊരുത്തപ്പെട്ടിരുന്നു, എങ്ങനെയാണ് അവർ ഡിസാറ്റിസ്ഫൈഡ് ആയത്, അല്ലെങ്കിൽ അവർക്ക് അതൃപ്തി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ ഫ്രം നെക്സ്റ്റ് പേജ്, ദ എമർജൻസ് ഓഫ് നാഷണലിസം. The above mentioned developments led the people to ask a crucial question. അല്ലേ, മുകളിൽ പറഞ്ഞിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിലൂടെ നമ്മൾക്ക് ക്രൂഷ്യൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. വാട്ട് ഈസ് ദിസ് കൺട്രി ഓഫ് ഇന്ത്യ ആൻഡ് ഫോർ ഹോം ഈസ് ഇറ്റ് മീൻഡ്? എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന കൺട്രി, ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ദ ആൻസർ ദാറ്റ് ഗ്രാജുവലി എമർജ്ഡ് വാസ്, പിന്നീട് സാവധാനം ആ ആൻസർ എമർജ്ഡ് ആയിട്ട് വന്നു. ഇന്ത്യ വാസ് എ പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്നുള്ളത് ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ഇന്ത്യയുടെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. ഓൾ ദ പീപ്പിൾ ഇറസ്പെക്റ്റീവ് ഓഫ്, ഇന്ത്യയിലുള്ള എല്ലാ പീപ്പിളും ഇറസ്പെക്റ്റീവ് ഓഫ് ക്ലാസ്, കളർ, കാസ്റ്റ്, ക്രീഡ്, ലാംഗ്വേജ് ഓർ ജെൻഡർ, അല്ലേ? ഏത് ലാംഗ്വേജോ ഏത് കാസ്റ്റോ ഏത് കളറോ ഏത് ക്ലാസ്സോ ഏത് ജെൻഡർ എന്ന വ്യത്യാസമില്ലാതെ ഇന്ത്യ ഈസ് ഓൺലി ഫോർ ഓൾ ഇന്ത്യൻസ്. ആൻഡ് ദ കൺട്രി ഇറ്റ്സ് റിസോഴ്സസ് ആൻഡ് സിസ്റ്റംസ് വർ മെയ്ഡ് ഫോർ ഓൾ ഓഫ് ദം. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിയുടെ റിസോഴ്സസും മീൻസും എല്ലാം ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. വിത്ത് ദിസ് ആൻസർ came the awareness that the British were exercising control over the resources of India. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ബ്രിട്ടീഷേഴ്സ് ഇന്ത്യയുടെ റിസോഴ്സസും കൺട്രോൾ ചെയ്തിരുന്നു. ആൻഡ് ദ ലീവ്സ് ഓഫ് ഇറ്റ്സ് പീപ്പിൾ, ആളുകളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്തിരുന്നു. ആൻഡ് അൺടിൽ ഹിസ് കൺട്രോൾ വാസ് എൻഡഡ് ഇന്ത്യ കുഡ് നോട്ട് ബി ഫോർ ഇന്ത്യൻസ്. ബ്രിട്ടീഷേഴ്സിൻ്റെ കൺട്രോൾ എൻഡ് ചെയ്യാതെ ഇന്ത്യക്കാരുടേതായിട്ട് മാറില്ല എന്നുള്ളതാണ് സേവ് ചെയ്യുക. The consciousness began to be clearly stated by political associations formed after 1850, especially those that came into being in the 1870s and 1880s. This consciousness, ഈ ഒരു അവബോധം ഇന്ത്യക്കാരുടേതാണെന്നുള്ള കോൺഷ്യസ്നസ് began to be clearly stated by the political associations formed after 1850. 1850 ശേഷം പൊളിറ്റിക്കലി അസോസിയേഷൻസ് ഫോം ചെയ്യാൻ തുടങ്ങി against the Britishers, especially those that came into being in 1870s and 1880s. 1870s-നും 1880s-നും ഇടയിലാണ് ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ക്രിയേറ്റ് ആയത്. Most of these were led by
English educated professionals such as lawyers. മിക്ക പൊളിറ്റിക്കൽ അസോസിയേഷൻസും ഫോം ചെയ്തത് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുള്ള പ്രൊഫഷണൽസിലാണ്. പ്രൊഫഷണൽസ് മീൻസ് ജോലിക്കാരിൽ നിന്നാണ് അല്ലേ. സച്ച് ആസ് ലോയേഴ്സ്, ദാറ്റ് മീൻസ് വക്കീലന്മാർ അല്ലേ, അവരാണ് മെയിനായിട്ട് പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഫോം ചെയ്തത്. ദ മോർ ഇമ്പോർട്ടൻറ്റ് വൺസ് വർ ദ പൂന സാർവജനിക് സഭ, ദ ഇന്ത്യൻ അസോസിയേഷൻ, ദ മദ്രാസ് മഹാജൻ സഭ, ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആൻഡ് ഓഫ് കോഴ്സ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അല്ലേ. മെയിനായിട്ടും ഈ അസോസിയേഷൻസ് ഉണ്ടായിട്ട് മോർ ഇമ്പോർട്ടൻറ്റ് വൺസ് വർ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ അസോസിയേഷൻസിൻ്റെ നെയിംസ് ആണ് പൂർവ സാർവജനിക് സഭ, ഇന്ത്യൻ അസോസിയേഷൻ, ദ മദ്രാസ് മഹാജൻ സഭ, ദ ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ആൻഡ് ഓഫ് കോഴ്സ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇത്രയും പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ആണ് മെയിനായിട്ട് വളർന്നു വന്നത് എഗെയിൻസ്റ്റ് ദ ബ്രിട്ടീഷേഴ്സ്. നോട്ട് ദ നെയിം പൂന സാർവജനിക സഭ. ദ ലിറ്ററൽ മീനിങ് ഓഫ് സാർവജനിക് ഈസ് ഫോർ ഓൾ ഓഫ് ദ പീപ്പിൾ. ലിറ്ററലി സാർവജനിക് എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകൾക്കും വേണ്ടി എന്നുള്ളതാണ്. സർവ മീൻസ് ഓൾ പ്ലസ് ജനിക് ഈസ് ഈക്വൽ ടു ഓൾ ഓഫ് ദ പീപ്പിൾ. സാർവജനിക് എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങൾക്കും എന്നുള്ള മീനിങ് ആണ് ഉള്ളത്. ദോ മെനി ഓഫ് ദീസ് അസോസിയേഷൻസ് ഫങ്ഷൻ ഇൻ സ്പെസിഫിക് പാർട്സ് ഓഫ് ദ കൺട്രി. പല അസോസിയേഷൻസ് ഫങ്ഷൻ ചെയ്തത് ഇന്ത്യയുടെ പല ഏരിയാസിൽ നിന്ന്, സ്പെസിഫിക് പാർട്സിൽ നിന്നാണ്. ദർ ഗോൾസ് വർ സ്റ്റേറ്റഡ് ആസ് ദ ഗോൾസ് ഓഫ് ഓൾ പീപ്പിൾ ഓഫ് ഇന്ത്യ. അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്നുള്ള ആളുകളുടെ എല്ലാവരുടെയും ലക്ഷ്യമായിരുന്നു. നോട്ട് ദോസ് ഓഫ് എനി റീജിയൻ, എനി വൺ റീജിയൻ. ഒരു റീജിയൻ്റെ ലക്ഷ്യമായിരുന്നില്ല, കമ്മ്യൂണിറ്റിയുടേതായില്ല, ക്ലാസിൻ്റെതായിരുന്നില്ല, ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ലക്ഷ്യമായിരുന്നു ഓരോ പൊളിറ്റിക്കൽ അസോസിയേഷൻസിൻ്റെയും ലക്ഷ്യം. ദേ വർക്ക്ഡ് വിത്ത് ദ ഐഡിയ ദാറ്റ് ദ പീപ്പിൾ ഷുഡ് ബി സോവറിൻ. അവരെല്ലാം വർക്ക് ചെയ്തത് ഒരു ഐഡിയ ആയിട്ടാണ്, സോവറിൻ എന്നുള്ള ഐഡിയ. എന്താണ് സോവറിൻ? ദ കപ്പാസിറ്റി, സാഡിലുണ്ട് an explanation, the capacity to act independently without outside interference. അല്ലേ, നമ്മൾ എന്താണ് പ്രവർത്തിക്കാൻ കപ്പാസിറ്റി ഉണ്ടായിരിക്കുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ടും പ്രവർത്തിക്കാൻ നമ്മൾക്ക് കപ്പാസിറ്റി ഉണ്ടായിരിക്കുക, വിത്തൗട്ട് ഔട്ട്സൈഡ് ഇൻ്റർഫിയറൻസ്. പുറത്തുനിന്നുള്ള ആളുകളുടെ ഇടപെടലില്ലാതെ സ്വന്തമായിട്ട് പ്രവർത്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുക, അതാണ് സോവറിൻ. സോവറിൻ എന്നുള്ള ഐഡിയ ആയിട്ടാണ് ഈ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് എല്ലാം അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചത്. സോ എ മോഡേൺ കോൺഷ്യസ്നസ് ആൻഡ് എ കീ ഫീച്ചർ ഓഫ് നാഷണലിസം. സോവറിൻ എന്ന് പറഞ്ഞാൽ പുതിയൊരു അവബോധമാണ്, നാഷണലിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറാണ്. ഇൻ അതർ വേർഡ്സ്, ദേ ബിലീവ് ദാറ്റ് ദ ഇന്ത്യൻ പീപ്പിൾ ഷുഡ് ബി എംപവേർഡ് ടു ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദെയർ അഫയേഴ്സ്. അല്ലേ, മറ്റൊരു വേർഡ്സിൽ പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നുണ്ട് എല്ലാ പീപ്പിളും എന്താണ് ഷുഡ് എംപവേർഡ്, പവറുള്ളവരായിരിക്കണം എന്നിട്ട് ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദെയർ അഫയേഴ്സ്. ഇന്ത്യക്കാർക്ക് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള പവർ ഉണ്ടായിരിക്കണം, അത്തരത്തിൽ അവർ പവറുള്ളവരാണെന്ന് വിശ്വസിക്കണം എന്നുള്ളതാണ് അവർ മറ്റൊരു കാര്യത്തിൽ പറയുന്നത്. ദെൻ ദ ഡിസാറ്റിസ്ഫാക്ഷൻ വിത്ത് ദ ബ്രിട്ടീഷ് റൂൾ ഇൻറ്റൻസിഫൈഡ് ഇൻ ദ 1870s ആൻഡ് 1880s. 1870s 1880s ബ്രിട്ടീഷേഴ്സിനെതിരെയുള്ള ഏറ്റവും കൂടുതൽ അതൃപ്തി ക്രിയേറ്റ് ചെയ്തത് എമംഗ് ദ ഇന്ത്യൻസ്. ദ ആംസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1878. അല്ലേ, ആംസ് ആക്ട് പാസ് ചെയ്തു 1878. ആംസ് ആക്ട് എന്ന് പറഞ്ഞാൽ ഇതൊരു നിയമമാണ്. ഡിസലോവിങ് ഇന്ത്യൻസ് ഫ്രം പൊസസിങ് ആംസ്. എന്താണ് ആംസ് ആക്ട് എന്ന് പറഞ്ഞാൽ 1870 ഒരു ഇന്ത്യൻസിനും ആംസ് കൈകാര്യം ചെയ്യാൻ, ആയുധങ്ങൾ കൈവശം വെക്കാൻ അധികാരമില്ല എന്നുള്ളൊരു നിയമമായിരുന്നു ബ്രിട്ടീഷേഴ്സ് കൊണ്ടുവന്ന ആംസ് ആക്ട് ഇൻ 1878. അപ്പോൾ എന്താണ് ആംസ് ആക്ട് എന്ന് പറഞ്ഞാൽ? ആംസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1878. ദിസ് ഡിസലോവിങ് ഇന്ത്യൻസ് ഫ്രം പൊസസിങ് ആംസ്. ഇന്ത്യൻസിന് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കൈവശം വെക്കാനുള്ള അവകാശമില്ല എന്നുള്ളതാണ് ആംസ് ആക്ടിലൂടെ പറയുന്നത്. In the same year, the Vernacular Press Act was also enacted in an effort to silence those who were critical of the government. അല്ലേ, മറ്റൊരു വേർഡിൽ പറഞ്ഞാൽ in the same year, സെയിം ഇയറിൽ തന്നെ വെർനാക്കുലർ പ്രസ് ആക്ട് കൂടി പാസ് ചെയ്തു. മറ്റൊരു ആക്ട് കൂടി കൊണ്ടുവന്നു, വെർനാക്കുലർ പ്രസ് ആക്ട്. was also enacted in an effort to silence those who were critical of government. That means against the British government. One second.
Okay, we saw the Britishers passed Arms Act in 1878. That means disallowing Indians from which possessing arms. In the same year, Vernacular Press Act was also enacted in an effort to silence those who were critical of government. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ ആരാണോ ക്രിട്ടിക്കലായിട്ട് നിൽക്കുന്നത്, എതിർത്ത് നിൽക്കുന്നത്, അവരെ സൈലന്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് വെർണാക്കുലർ പ്രസ് ആക്ട് കൊണ്ടുവന്നത്. വെർണാക്കുലർ പ്രസ് ആക്ട് എന്ന് പറഞ്ഞാൽ ദ ആക്ട് അലൗഡ് ദ ഗവൺമെന്റ് ടു കോൺഫിസ്കേറ്റ് ദ assets of newspaper including their printing presses if the newspaper published anything that was found objectionable. അതായത് ഏതെങ്കിലും ന്യൂസ് പേപ്പേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും മാഗസിൻസോ അല്ലെ ബ്രിട്ടീഷേഴ്സിനെതിരായിട്ട് ഒബ്ജക്ഷനബിൾ ആയിട്ട് എതിരായിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്താൽ, പ്രിന്റ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്താൽ ആ ആക്ടിലൂടെ ബ്രിട്ടീഷേഴ്സിന് അധികാരമുണ്ട് എന്ത് അതിന് ന്യൂസ് കോൺഫിസ്കേറ്റ് ചെയ്താൽ, കോൺഫിസ്കേറ്റ് എന്ന് പറഞ്ഞാൽ ജപ്തി ചെയ്യാൻ അധികാരമുണ്ട്. എന്തിനുവേണ്ടി? അസറ്റ്സ് ഓഫ് ന്യൂസ് പേപ്പർ ഇൻക്ലൂഡിങ് ദ പ്രിന്റിംഗ് പ്രസ്സസ്, ന്യൂസ് പേപ്പറിനെയും അതുപോലെ ആ പ്രിന്റിംഗ് പ്രസ് എല്ലാം ജപ്തി ചെയ്യാന്ന് പറഞ്ഞാൽ അതെടുക്കുക അല്ലെ, ബ്രിട്ടീഷേഴ്സിന് അതെടുത്ത് കൊണ്ടുപോകാനുള്ള അധികാരമുണ്ട് എന്നുള്ളതാണ് വെർണാക്കുലർ പ്രസ് ആക്ടിലൂടെ പറയുന്നത്. ബ്രിട്ടീഷേഴ്സിനെതിരെ എന്തെങ്കിലും ഒബ്ജക്ഷനബിൾ ആയിട്ട് എതിരായിട്ട് എന്തെങ്കിലും പബ്ലിഷ് ചെയ്താൽ ആ ന്യൂസ് പേപ്പറിൻ്റെയും അതിൻ്റെ പ്രിന്റിംഗ് പ്രസ് വരെ എടുത്തുകൊണ്ടാണുള്ള കോൺഫിസ്കേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട് വെർണാക്കുലർ പ്രസ് ആക്ടിലൂടെ. ഓക്കെ, in 1883 there was a furor over the attempt by the government to introduce a Ilbert bill. മറ്റൊരു ബില്ല് കൂടി കൊണ്ടുവരാൻ ബ്രിട്ടീഷേഴ്സ് ശ്രമിച്ചു. ഇൽബർട്ട് ബിൽ എന്നാണ് ബില്ലിൻ്റെ പേര്. 1883 അതിനെതിരായിട്ട് ഒരു ഫ്യൂറർ തന്നെ ക്രിയേറ്റ് ചെയ്തു. ഫ്യൂറർ മീൻസ് ഒരു ലഹള തന്നെ, ഒരു റെബല്യൻ തന്നെ, ഒരു എന്താണ് ചെറിയൊരു എന്താണ് ഡിസ്പ്യൂട്ട്സ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള എന്താണ് ബ്രിട്ടീഷേഴ്സിനെതിരായിട്ടുള്ളൊരു എന്താണ് എന്താ പറയുക അതിൻ്റെ റെബല്യൻ തന്നെ അല്ലേ. അതായത് ഒരു റെബല്യൻ മീൻസ് ചെറിയൊരു എതിർപ്പ് അല്ലേ, ഒരുപാട് ആളുകളിൽ നിന്നുള്ള എതിർപ്പ് ക്രിയേറ്റ് ചെയ്തു എഗെയിൻസ്റ്റ് ദ ഇൽബർട്ട് ബിൽ. ദ ബിൽ പ്രൊവൈഡഡ് ഫോർ ദ ട്രയൽ ഓഫ് ബ്രിട്ടീഷ് ഓർ യൂറോപ്യൻ പേഴ്സൺസ് ബൈ ഇന്ത്യൻസ് and sought equally between British and Indian judges in the country. But when white opposition forced the government to withdraw the bill, Ilbert bill എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് ബ്രിട്ടീഷേഴ്സിൻ്റെ അണ്ടറിൽ ഒരുപാട് എന്താണ് കോടതികളുണ്ടായിരുന്നു അല്ലേ. ആ കോടതിയിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ബ്രിട്ടീഷേഴ്സ് തെറ്റ് ചെയ്താലും അവിടെ എന്തുണ്ടാവും, അയാൾക്കെതിരെ വിചാരണ നടത്തും, കുറ്റവിചാരണ നടത്തും. ഇന്ത്യൻസിനെ കുറിച്ച് കുറ്റവിചാരണ നടത്തും. ഈ കോടതികളിലെല്ലാം ബ്രിട്ടീഷേഴ്സ് ലോയേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഇന്ത്യൻസും ഒരുപാട് ലോയേഴ്സ് ഉണ്ട്, വക്കീലന്മാരുണ്ട്. ഈ വക്കീലന്മാർ ബ്രിട്ടീഷേഴ്സ് തെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ആ തെറ്റുകാരനെ വിചാരണ ചെയ്യാൻ ഒരു ഇന്ത്യൻ വക്കീലിന് അധികാരമുണ്ട് എന്നുള്ളതാണ് ഇൽബർട്ട് ബില്ലിലൂടെ ആക്ച്വലി പറയുന്നത്. ഒരു ബ്രിട്ടീഷുകാരനെ ഒരു ഇന്ത്യൻ വക്കീലിന് വിചാരണ ചെയ്യാൻ അധികാരമുണ്ട് എന്നുള്ളതാണ് ഇൽബർട്ട് ബില്ലിലൂടെ പറയുന്നത്. എന്നാൽ അത് അവർക്കൊരു എന്താണ് ഷെയിമായിട്ട് അവർ കണക്കാക്കി. കാരണം ഇന്ത്യൻസ് വക്കീൽ താങ്കളെ വിചാരണ ചെയ്യുന്നുള്ളത് അവർ ഷെയിമായിട്ട് കണക്കാക്കി എന്ത് ചെയ്തു, ബ്രിട്ടീഷേഴ്സ് നന്നായിട്ട് എതിർത്തു. അപ്പോൾ ആ എതിർത്തപ്പോൾ ഇൽബർട്ട് ബിൽ എന്ത് ചെയ്തു, ഒഴിവാക്കി ഗവൺമെൻറ്. അതിനെതിരായിട്ടാണ് ഇന്ത്യൻസ് എന്ത് ചെയ്തത്, നന്നായിട്ട് രോഷാകുലരായത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. In 1883 there was a furor over the attempt by the government to introduce the Ilbert bill. The bill provided, bill പറയുന്നത് for the trial of British or European person by Indian. യൂറോപ്യൻ ആണെങ്കിലും ബ്രിട്ടീഷേഴ്സ് ആണെങ്കിലും ഇന്ത്യൻസിന് ട്രയൽ ചെയ്യാം, വിചാരണ ചെയ്യാം എന്നുള്ളതാണ് ഇൽബർട്ട് ബിൽ പറയുന്നത്. എന്നാൽ ആൻഡ് സോട്ട് ഈക്വാലിറ്റി ബിറ്റ്വീൻ ബ്രിട്ടീഷ് ആൻഡ് ഇന്ത്യൻ ജഡ്ജസ് ഇൻ ദ കൺട്രി. ഇന്ത്യയിൽ എന്താണ് ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷുകാർക്കും ഇന്ത്യൻ ജഡ്ജിനും ബ്രിട്ടീഷ് ജഡ്ജസിനും ഒരേ ഈക്വാലിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ആ ഇൽബർട്ട് ബില്ലിലൂടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ബട്ട് വെൻ വൈറ്റ് ഓപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സിൻ്റെ എതിർപ്പുകൊണ്ട് ഫോഴ്സ് ദ ഗവൺമെൻറ് വിത്ത്രോ ദ ബില്ല്. ഗവൺമെൻറ് എന്ത് ചെയ്തു, ആ ഇൽബർട്ട് ബില്ല് എന്താണ് വിത്ത്രോ ചെയ്തു. ദാറ്റ് മീൻസ് ഇല്ലാതാക്കി. ഇന്ത്യൻസ് ഫോർ എൻറാജ്ഡ്, ഇത് കാരണം ഇന്ത്യൻസിന് ദേഷ്യമായി. ഓൾ ഇവൻറ്റ് ഹൈലൈറ്റഡ് ദ റാഷണൽ ആറ്റിറ്റ്യൂഡ്സ് ടു ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ. ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻസിനെതിരെ ബ്രിട്ടീഷേഴ്സിൻ്റെ വർഗപരമായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. സോ
The need for an all India organization of educated Indians had been felt since 1880, but the Ilbert Bill controversy deepened this desire. The need for an all India organization of educated Indians had been felt since 1880. അല്ലെ അങ്ങനെയാണ് 1880 ഇന്ത്യയുടെ എല്ലാ ഇന്ത്യക്കാരുടെയും ഉൾപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഇന്ത്യൻസിൻ്റെ ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളൊരു ചിന്ത ക്രിയേറ്റ് ചെയ്തത് എമംഗ് ദി ഇന്ത്യൻസ്. ബട്ട് ദി ഇൽബർട്ട് ബിൽ കോൺട്രവേഴ്സി ഡീപ്പൻ ദിസ് ഡയലോഗ്. ഇൽബർട്ട് ബില്ല് ആ ഒരു ഇഷ്യൂ, ഇൽബർട്ട് ബില്ല് തിരിച്ചെടുത്തു എന്നുള്ള ആ ഒരു ഇഷ്യൂ ഇത്തരത്തിലൊരു അസോസിയേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ എന്തായാലും വേണം, അല്ലെങ്കിൽ അത്യാവശ്യമാണെന്ന് അവർ ഇന്ത്യൻസ് മനസ്സിലാക്കി. സോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് വെൻ 72 ഡെലിഗേറ്റ്സ്. അങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്തത്. ആദ്യം 72 ഡെലിഗേറ്റ്സ് ആയിരുന്നു അതിലുണ്ടായത്. ഡെലിഗേറ്റ്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള ആളുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഫ്രം ഓൾ ഓവർ ദ കൺട്രി മെറ്റ് അറ്റ് ബോംബെ ഇൻ ഡിസംബർ 1885. ബോംബെയിൽ അവർ മെറ്റ് ചെയ്തു ഡിസംബർ 1885. 72 മെമ്പേഴ്സാണ് അവർ ആദ്യം മെറ്റ് ചെയ്തത്. ദ ഏർലി ലീഡർഷിപ്പ്, പണ്ടത്തെ അവരുടെ ലീഡർഷിപ്പിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ? ദാദാഭായ് നവറോജി, ഫിറോസ് ഷാ മെഹ്തായ്, ബദറുദ്ദീൻ താബ്ജി, WC ബാനർജി, സുരേന്ദ്രനാഥ് ബാനർജി, രമേശ് ചന്ദ്ര ദത്ത്, എസ് സുബ്രഹ്മണ്യ അയ്യർ എമംഗ് അതേഴ്സ്. വാസ് ലാർജ്ലി ഫ്രം ബോംബെ ആൻഡ് കൽക്കട്ട. ഇത്രയും മെയിനായിട്ടുള്ള ലീഡേഴ്സാണ് ഉണ്ടായിരുന്നത്. മെയിനായിട്ടും ബോംബെയിൽ നിന്നും കൽക്കട്ടയിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത്. നവറോജി എ ബിസിനസ്മാൻ ആൻഡ് പബ്ലിസിസ്റ്റ്. നവറോജി എന്ന് പറഞ്ഞ ആ നേതാവ് ഒരു ബിസിനസ്മാനും ആയിരുന്നു, പബ്ലിസിസ്റ്റും ആയിരുന്നു. സെറ്റിൽഡ് ഇൻ ലണ്ടൻ ആൻഡ് ഫോർ എ ടൈം മെമ്പർ ഓഫ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലെ മെമ്പറും ആയിരുന്നു കുറച്ച് സമയത്തേക്ക്. ഗൈഡഡ് ദ യങ്ങർ നാഷണലിസ്റ്റ്. അയാളാണ് ചെറിയ നേതാക്കന്മാരെ എന്താണ് ഗൈഡ് ചെയ്തത്. എ റിട്ടയർഡ് ബ്രിട്ടീഷ് ഒഫീഷ്യൽ A.O. Hume also played a part in bringing Indians from the various regions together. ബ്രിട്ടീഷ് ഒഫീഷ്യൽ, ബ്രിട്ടീഷിൻ്റെ അണ്ടറിലുള്ളൊരു ഒഫീഷ്യലായിരുന്നു A.O. Hume. അയാളും എന്ത് ചെയ്തു? എല്ലാ ഇന്ത്യൻസിനെയും ഒന്നിച്ചു കൊണ്ടുവരാൻ നല്ലൊരു റോൾ പ്ലേ ചെയ്തു. ഇവിടെ നവറോജി ബിസിനസ്മാൻ ആണ്, പബ്ലിസിസ്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. എന്താണ് പബ്ലിസിസ്റ്റ് എന്നുള്ളതിൻ്റെ എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. എന്താണ് നോട്ട് ചെയ്യുക? പബ്ലിസിസ്റ്റ്, someone who publicizes an idea by circulating information, writing reports, speaking at meetings. എന്താണ് someone who publicize an idea? ഒരാൾ എന്തെങ്കിലും ഒരു ഐഡിയ പബ്ലിസൈസ് ചെയ്യുക. പബ്ലിസൈസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. എന്തിനെക്കുറിച്ച്? ബൈ സർക്കുലേറ്റിംഗ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ എന്താണ് പറഞ്ഞു ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എന്തെങ്കിലും വിവരത്തെക്കുറിച്ച്. റൈറ്റിംഗ് റിപ്പോർട്ട്സ്, അല്ലെങ്കിൽ എഴുത്തുകളെക്കുറിച്ച്. സ്പീക്കിംഗ് അറ്റ് മീറ്റിംഗ്സ്, അല്ലെങ്കിൽ മീറ്റിങ്ങിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ പറ്റി, അല്ലേ, ആ മീറ്റിങ്ങിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച്. ഇതെല്ലാം മറ്റുള്ള ആളുകൾക്ക് പബ്ലിഷ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് പബ്ലിസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നവറോജി ബിസിനസ്മാനും ആയിരുന്നു, പബ്ലിസിസ്റ്റും ആയിരുന്നു. ഇങ്ങനെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്താണ് സ്റ്റാർട്ടിങ്. ഓക്കെ, the next we need to study an action in the making. An action in the making we can study in the next class. Okay, it's the biggest chapter, even though it's a simple chapter. For the exam we need to study only 2 chapters, this 11th and 12th chapters. Okay, all should read well what we studied today, and if you have any doubt you can ask to me. Okay, thank you.